नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। आज एक नई कविता है। कवि का नाम सूर्यकांत त्रिपाठी निराला। कविता का नाम जूही की कली। സൂര്യകാന്ത് ത്രിപാഠി നിരാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഛായാവാദിലെ പ്രമുഖ കവിയായിട്ടാണ് കണക്കാക്കുന്നത്. ബഹുത്രയി കവിയോമേം ഏക് ഹെ. ഛായാവാദിലെ 3 കവികളാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാല, സുമിത്രാനന്ദൻ പന്ത്, ജയശങ്കർ പ്രസാദ്. ഇപ്പോൾ പന്ത്, പ്രസാദ്, നിരാല, ഇവർ 3 പേരാണ്. ഇപ്പോൾ ഈ 3 പേരും കൂടി പറയുമ്പോൾ ബഹുത്രയി കവി എന്നാണ് പറയുന്നത്. ഛായാവാദിലെ ബഹുത്രയി കവി. അതിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനിയാണ്, പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ് നിരാല. നിരാലയുടെ ബച്പൻ കാ നാം, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് സൂരജ് കുമാർ എന്നാണ്. സൂര്യകുമാർ അല്ലെങ്കിൽ സൂരജ് കുമാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ബംഗാളിലെ മഹിഷാദൽ എന്ന് പറയുന്ന രാജ്യത്തെ മേദിനിപൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഛായാവാദിലെ പ്രമുഖ പ്രവർത്തകനാണ്. മഹാപ്രാൺ നിരാല എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സബ്സെ ബഡാ വിദ്രോഹി കവി എന്ന രൂപത്തിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഛായാവാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഛായാവാദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാൽപ്പനികതയുണ്ട്, റുമാനി ഭാവനയുണ്ട്, സൂക്ഷ്മഭാവം की अभिव्यक्ति, അതുപോലെ പ്രകൃതി का മാനവീകരൺ, ലാക്ഷണികത, പ്രതീകാത്മകത, കോമൾകാന്ത് പദാവലിയോ का പ്രയോഗ, ഇതെല്ലാം ഛായാവാദത്തിൻ്റെ പ്രത്യേകതകളാണ്. അതായത് പ്രകൃതിയിലെ വസ്തുക്കളെ നമ്മൾ മനുഷ്യൻ്റേതായിട്ടുള്ള ചേഷ്ടകളിൽ കൂടെ നായകനും നായികയാക്കിയിട്ട്, നമ്മൾ ജൂഹി കി കലി എന്ന് പറയുന്നത് അതാണ്. അതിൽ മുല്ലമുട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റാണ് വരുന്നത്. നായകൻ കാറ്റാണ്, മുല്ലമുട്ടാണ് അവിടെ നായികയായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തികളും എല്ലാ ചേഷ്ടകളുമാണ് അവരിൽ കാണിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്യുക, അങ്ങനെയുള്ള രചനകളാണ് നമ്മുടെ ഛായാവാദത്തിലെ റൊമാൻറ്റിസം, പ്രണയം, അങ്ങനെ സാങ്കല്പികത, അതുപോലെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ വ്യക്തമാക്കുന്ന അവസ്ഥ, അതുപോലെ പ്രതീകങ്ങൾ, നല്ല മനോഹരമായിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാമാണ് ഛായാവാദത്തിൻ്റെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ നിരാലയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടിൽ കൂടിയാണ് അദ്ദേഹം കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മനോഹരാദേവി എന്നാണ്. അവരുടെ പ്രേരണയിലാണ് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ പല രചനകൾ അല്ലെങ്കിൽ സാഹിത്യ രംഗത്തേക്ക് തിരിയാനായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് അവരാണെന്നാണ് പറയുന്നത്. അതുപോലെ അച്ഛനാണെങ്കിൽ വളരെ അച്ചടക്കത്തിലൊക്കെ വളർത്തിയിട്ടുള്ള, വളരെ അധികം അച്ചടക്കത്തോടു കൂടിയാണ് ഇവരെ വളർത്തിയതെന്ന് പറയുന്നത്. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മരണം, അതുപോലെ ഭാര്യയുടെ തന്നെ അകാല മൃത്യു, മകൾ സരോജ, മകളുടെ മരണം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കൂടി കടന്നു പോവുകയാണ്. ഇപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടി അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ കൂടി അദ്ദേഹം കടന്നു പോയി എന്നാണ് പറയാം ജീവിതത്തിൽ. പക്ഷെ അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു, നല്ലൊരു സാഹിത്യകാരനായിരുന്നു നിരാല. അപ്പം നമുക്ക് നിരാലയെക്കുറിച്ചൊന്ന് നോക്കാം. സൂര്യകാന്ത് ത്രിപാഠി നിരാല. ओजस्विता, दार्शनिक गंभीरता तथा राष्ट्रीय भावनाओं के उदात्त स्वर उड़ाकर हिंदी कविता को नवीन आयाम पर ला खड़ा करने का श्रेय सूर्यकांत त्रिपाठी निराला जी को ही है. വളരെ ഓജസ്സുള്ള,
വളരെ ദാർശനികമായിട്ടുള്ള ഗാംഭീര്യമുള്ള ദേശീയ ഭാവനകൾ, അതിൻ്റെ എല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വരം ഉയർത്തിക്കൊണ്ട് ഹിന്ദി കവിതയെ പുതിയൊരു മേഖലയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയ അതിൻ്റെ ശ്രേയസ് എന്ന് പറയുന്നത്, കീർത്തി എന്ന് പറയുന്നത് सूर्यकांत त्रिपाठी निराला की तन्नेयाണ്. उनके बहुमुखी व्यक्तित्व तथा प्रतिभा ने साहित्य के जिस अंग को भी स्पर्श किया उसे परमोन्नति तक पहुंचा दिया. അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭ അല്ലെങ്കിൽ ബഹുമുഖിയായിട്ടുള്ള വ്യക്തിത്വം, അതായത് അദ്ദേഹം കേവലം കാവ്യങ്ങൾ മാത്രമല്ല, കഥ, നോവല്, രേഖാചിത്രം, ഉപന്യാസം തുടങ്ങിയ വഴിയിൽ കൂടിയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബഹുമുഖി പ്രതിഭ എന്ന് തന്നെ പറയാം. ഒന്നിലധികം സാഹിത്യ മേഖലയിൽ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഭ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം. സാഹിത്യത്തിൻ്റെ ഏത് ഭാഗത്താണോ സ്പർശിച്ചത്, കഥയായാലും നോവലായാലും കവിതയായാലും ഏത് ഭാഗത്താണോ സ്പർശിച്ചത് അതിനെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കാനായിട്ട്, ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. भावुकता तथा पौरुष के अद्भुत समन्वय वाले निराला जी का व्यक्तित्व अन्य छायावादियों की तुलना में सर्वाधिक गरिमामय था. അപ്പോൾ ഭാവുകത്വം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പൗരുഷത്തിൻ്റേതായിട്ടുള്ള അത്ഭുതകരമായ ഒരു സമന്വയമുള്ള നിരാല എന്ന് പറയുന്ന ഈ കവിയുടെ വ്യക്തിത്വം മറ്റ് ഛായാവാദി കവികളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അധികം മഹത്വമുള്ളത് നിരാലയ്ക്ക് തന്നെയായിരുന്നു. जीवन की विपरीत परिस्थितियों से निरंतर जूझने वाले निराला ने स्वयं आत्मपरिचय देते हुए लिखा है, मेरे पास एक कवि की वाणी, कलाकार के हाथ, पहलवान की छाती और दार्शनिक के पैर है. ജീവിതത്തിലെ വിപരീത പരിസ്ഥിതികളിലേക്ക് നിരന്തരം ഇറങ്ങിച്ചെന്നിരുന്ന നിരാല ജീവിതത്തിലെ പല വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അതിലേക്കെല്ലാം എന്താ പറയുക മുങ്ങിക്കേറിയിട്ടുള്ള, അതിലെല്ലാം മുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ നിരാല സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. മേരെ പാസ് ഏക്ക് കവി കി വാണി ഹെ, എൻ്റെ കയ്യിൽ ഒരു കവിയുടെ വാക്കുകളുണ്ട്. കലാകാർക്ക് ഹാത്ത്, ഒരു കലാകാരൻ്റെ കൈകളുണ്ട് എനിക്ക്. മേരെ പാസ് ഏക്ക് പഹൽവാൻ കി ഛാത്തി ഹെ, ഒരു പട്ടാളക്കാരൻ്റെ വിരിമാറ്, നെഞ്ച് എനിക്കുണ്ട്. അവർ ദാർശനിക് കെ പൈർ ഹെ, ഒരു ദാർശനികൻ്റെ, ഒരു ചിന്തകൻ്റെ കാലുകളാണ് എനിക്കുള്ളത്. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. महाप्राण निराला जी का जन्म सन 1898 की वसंत पंचमी के दिन हुआ. മഹാപ്രാൺ നിരാല സാഹിത്യത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. മഹാപ്രാൺ നിരാലയുടെ ജനനം 1898 ഒരു വസന്ത പഞ്ചമി നാളിലായിരുന്നു പറയുന്നത്. ബംഗാളിലെ महिषादल, बंगाल के महिषादल राज्य के मेदिनीपुर जिले में उनका जन्म हुआ. ബംഗാളിലെ മഹിഷാദൽ എന്ന് പറയുന്ന രാജ്യത്ത് മേദിനിപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് പറയുന്നത്. बंगाल के महिषादल राज्य के कर्मचारी अपने पिता पंडित राम सहाय जी के अत्यंत कठोर और क्रूर अनुशासन में रहकर उन्होंने राज्य की ओर से व्यवस्थित बांग्ला, संस्कृत एवं अंग्रेज़ी भाषाओं के अतिरिक्त बांग्ला संगीत की शिक्षा प्राप्त की. അപ്പം ബംഗാളിലെ മഹിഷാദൽ എന്ന് പറയുന്ന രാജ്യത്തെ ഓഫീസറായിരുന്ന അച്ഛൻ പണ്ഡിറ്റ് രാം സഹായ്, അദ്ദേഹത്തിൻ്റെ വളരെ കഠോരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള അച്ചടക്കത്തിൽ വളർന്ന നിരാല
उन्होंने राज्य की ओर से व्यवस्थित അതായത് രാജ്യത്തിൻ്റെ ആ സ്റ്റേറ്റിൽ അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള ബാംഗ്ല ഭാഷ, സംസ്കൃത ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഈ ഭാഷകൾ പഠിച്ചത് കൂടാതെ അതിന് പുറമേ ബാംഗ്ല സംഗീത് കി ശിക്ഷ, ബാംഗ്ല സംഗീതവും അദ്ദേഹം പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അച്ഛൻ വളരെ സ്ട്രിക്റ്റായിരുന്നു, വളരെ ഡിസിപ്ലിനിലാണ് വളർത്തിയത്. ആ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഭാഷകൾ ബാംഗ്ല ഭാഷ, സംസ്കൃതം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾക്ക് പുറമേ बांग्ला संगीतവും അദ്ദേഹം കരസ്ഥമാക്കി പഠിച്ചു എന്ന് പറയുന്നത്. अपने समकालीन अन्य सभी छायावादी कवियों की तरह प्रकृति के उपादानों को प्रतीक रूप में देखने की छायावादी प्रवृत्ति निराला जी में भी थी. അന്നത്തെ സമകാലീനരായിട്ടുള്ള മറ്റ് ഛായാവാദി കവികളെ പോലെ തന്നെ പ്രകൃതിയുടെ ദാനങ്ങൾ അതിനെ പ്രതീകമായി വെച്ചുകൊണ്ട് അതിൻ്റെ പ്രതീകത്തിൻ്റെ രൂപത്തിൽ കാണാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിരാലയിലും ഉണ്ടായിരുന്നു. മറ്റ് ഛായാവാദി കവികൾ ചെയ്യുന്നത് പോലെ തന്നെ പ്രകൃതിയുടെ ദാനങ്ങളെ വെച്ച് അതിനെ പ്രതീകങ്ങളാക്കി വെച്ചുകൊണ്ട് രചന നടത്താനുള്ള ഒരു കഴിവ്, ഒരു പ്രവർത്തനം നിരാലയ്ക്കും ഉണ്ടായിരുന്നു. अपनी एक कविता में അല്ല നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും ഛായാവാദ് എഴുതിയിട്ടുള്ള ആദ്യത്തെ കവിത എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ജൂഹി की കലിയാണ്. अपनी एक कविता में वे बादल में झूम झूम मृदु गर्ज गर्ज घनघोर राग अमर अंबर में बर्निज रोर की प्रार्थना करते हैं तो दूसरी कविता में बादल को विप्लव का प्रतीक मानते हुए उससे कृषकगതിർ का कष्ट दूर करने का अनुरोध करते हैं. ഇപ്പം അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് കാണാം. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ തോർത്തി പത്രനിരാലയുടെ പഠിച്ചിട്ടുണ്ടാവും. നട്ടുച്ച വെയിലത്തിരുന്ന് കല്ലുകൊത്തുന്ന കല്ല് പൊട്ടിക്കുന്ന സ്ത്രീയെക്കുറിച്ച്. അതുപോലെ തന്നെ ബാദൽ രാഗ്, മേഘരാഗം, മേഘത്തിൻ്റെ ഗർജനം എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വലിയ വലിയ ആളുകൾ, മുതലാളിമാർ അവിടെ ഈ വിപ്ലവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഞെട്ടി വിറയ്ക്കുന്നതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഒരു കവിതയിൽ, അദ്ദേഹത്തിൻ്റെ കവിതയിലെ ബാദലിനെ, മേഘത്തെ വളരെ മൃദുവായിട്ടുള്ള ആ മേഘത്തിൻ്റെ ആ ശബ്ദം എന്ന് പറയുന്നത്, ആ ഗർജനത്തെ വളരെ സോഫ്റ്റായിട്ട് പറയുന്നുണ്ട്. ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ സ്വരത്തെ വളരെ സോഫ്റ്റായിട്ടാണ് അവിടെ വർണ്ണിക്കുന്നത് വെച്ചാൽ, അപേക്ഷിക്കുന്നത് വെച്ചാൽ, വേറൊരു കവിതയിൽ ഈ ബാദലിനെ അവിടെ പറയുന്നത് വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നത് തന്നെ കർഷകരുടെ കഷ്ടപ്പാട് അവിടെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് താഴേക്കിടയിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകളുടെ ഒരു ഉണർന്നെഴുന്നേൽപ്പ് ആ ബാദൽ രാഗത്തിൽ കൂടെ നടക്കുന്നത്, മേഘഗർജനത്തിൽ കൂടെ. വലിയ വലിയ ബംഗ്ലാവുകളിലിരിക്കുന്ന ആളുകൾ അവിടെ വിറകൊള്ളുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കർഷകർക്ക് സന്തോഷം എന്ന ചെറിയ ചെറിയ ചെടികൾ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്, അതായത് മേഘം ഗർജിക്കുമ്പോൾ മഴ പെയ്യുമെന്നുള്ളൊരാശ്വാസം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാതെയൊക്കെയാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മളവിടെ പറയുന്നത് ബാദലിനോട് അപേക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളതിൽ പറയുന്നത് വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ട് മാറ്റിക്കൊണ്ട്, പ്രതീകമായി മാറിക്കൊണ്ട് അവിടെ കർഷകരുടെ കഷ്ടപ്പാട് നീക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഉൻകി സ്വദേശ പ്രേം സംബന്ധി ചേതന കാ സ്വരൂപ് സാംസ്കൃതിക ഹെ. അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തെ സംബന്ധിച്ചിട്ടുള്ള ആ ബോധം അത് വളരെ സാംസ്കാരികമായിട്ടാണ് പറയുന്നത്. अपने प्रसिद्ध गीत भारती जय विजय करे में प्राकृतिक सौंदर्य पर आधारित भारत माता का एक सर्वांगीण चित्र वे प्रस्तुत करते हैं. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു ഗീതമാണ് ഭാരതി ജയ് വിജയ് കരെ എന്ന് പറയുന്ന ഗീതം, പാട്ട്. അതിലെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതമാതാവിനെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഭാരതമാതാവിനെ വളരെ മനോഹരമായിട്ട് എന്താ പറയുക വർണ്ണിക്കുന്നതായിട്ടാണ്
കാണുന്നത്. देश के प्राचीन सांस्कृतिक गौरव का निरंतर ध्यान करने वाले निराला का हृदय वर्तमान भारत की आर्थिक विभिन्नता से दुखित हुआ और उन्होंने अपने एक गीत में ये कामना व्यक्त भी की कि भारत की ऐश्वर्य देवी जागे और उसकी दृष्टि भारत के भीतर व्यवसाय में ही नहीं बल्कि बाहर भी जाए, समस्त संसार में फैले. ദേശ് കെ പ്രാചീന സാംസ്കൃതിക ഗൗരവക്ക, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രാചീനമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള മഹത്വം, അതിനെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ട് നിരാലയുടെ ഹൃദയം നമ്മുടെ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ അദ്ദേഹം ദുഃഖിതനാവുകയും അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ, ഭാരത് കി ഐശ്വര്യദേവി ജാഗെ, ഭാരതത്തിൻ്റെ ഐശ്വര്യദേവി ഉണരട്ടെ. നമ്മൾ ജാഗോ ഫിർ ഏക് ബാർ നിരാലയുടെ ഒരു കവിതയാണ്, വീണ്ടും ഉണർന്നെഴുന്നേൽക്കാൻ പറയുന്നത് ഭാരതീയരോട്. അപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭാരതത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അതിൽ അദ്ദേഹം ദുഃഖിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പാട്ട് എഴുതി അതിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിലെങ്ങനെയാണ് പറയുന്നത്, ഭാരത് കി ഐശ്വര്യദേവി ജാഗെ, ഭാരതത്തിൻ്റെ ഐശ്വര്യദേവി ഉണരട്ടെ. उसकी दृष्टि भारत के भीतर के व्यवसाय में ही नहीं बल्कि बाहर भी जाए, समस्त संसार में फैले. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഉള്ളിലുള്ള വ്യവസായങ്ങളിൽ മാത്രമല്ല, ഭാരത് കെ ഭീതർ കെ വ്യവസായമേ ഹി നഹി, ഭാരതത്തിന് നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലെ വ്യവസായങ്ങൾക്ക് മാത്രമല്ല, ബൽക്കി നേരെ മറിച്ച് ബാഹർ ബി ജായ, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എവിടേക്കും കൂടി പോകുന്ന സമസ്ത സംസാർമേ ഫൈലെ, ലോകം മുഴുവനും വ്യാപിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഭാരതത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല വ്യവസായം വേണ്ടത്, ഭാരതത്തിന് പുറത്തേക്കും പോകണം, ഈ ലോകം മുഴുവൻ വ്യാപിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ കാവ്യസങ്കലൻ, കവിതാ സമാഹാരങ്ങൾ, പരിമൾ, ബേല, നയേ പത്തേ, അനാമിക, അണിമ, ഗീതിക, അപര, തുളസീദാസ്, അർച്ചന, ആരാധന, ഗീതഗുഞ്ച്. ഇതുപോലെ നമുക്ക് കവിതകൾ വേറെ വേണം, ജുഹീക്കി കലിയൊക്കെ കവിതകളാണ്. അതുപോലെ തന്നെ സരോജസ്മൃതി എന്ന് പറയുന്നത് ഒരു വിലാപകാവ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ. 18 വയസ്സുള്ള മകൾ മരിച്ചു പോയപ്പോൾ ആ മകളെക്കുറിച്ച് എഴുതിയൊരു കാവ്യമാണ് വിലാപകാവ്യം അല്ലെങ്കിൽ ശോകകാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് സരോജസ്മൃതി. സരോജസ്മൃതി എന്നാണ് ആ കവിതയുടെ പേര്. ഇതിൽ തുളസീദാസൊക്കെ നല്ല നീളമുള്ള കവിതയായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് പരിമൾ, ബേല, നയേ പത്തേ, അനാമിക, അണിമ, ഗീതിക, അപര, തുളസീദാസ്, അർച്ചന, ആരാധന, ഗീതഗുഞ്ചി. ഇനി കഥാസമാഹാരങ്ങളുണ്ട്, കഹാനി സങ്കലനുണ്ട്, ലില്ലി, സുകുൾ കി ബീവി, ചതുരി ചമാർ അവർ സഖി. അത് കഥാസമാഹാരങ്ങളാണ്. നെക്സ്റ്റ് നോവലാണ് ഉപന്യാസ്, അളക, അപ്സര, ചമേലി, ചോട്ടിക്കി പക്കഡ്, നിരുപമ, പ്രഭാവതി, ഉച്ഛൃംഖൽ. അദ്ദേഹത്തിൻ്റെ നോവലുകളാണിത്. രേഖാചിത്രം എഴുതിയിട്ടുണ്ട്, കുല്ലിബാട്ട്, ബില്ലേസുർ, ബക്രിഹ. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ രേഖാചിത്രങ്ങളാണ്. ലാസ്റ്റ് നിബന്ധ്. നിബന്ധിൽ വരുന്നത് ഉപന്യാസം, എസ്സേ, പ്രബന്ധ പദ്യ, പ്രബന്ധ പ്രതിമ, പ്രബന്ധ പരിചയ്, രവീന്ദ്ര കാനൻ കുസും. ഇത് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ്, അതായത് എസ്സേകളാണ്. അപ്പോൾ ബഹുമുഖി പ്രതിഭ അല്ലെങ്കിൽ ബഹുമുഖി വ്യക്തിത്വമുള്ള പ്രതിഭ, കഴിവുകളുള്ള ഒരു സാഹിത്യകാരനാണ് നിരാല. മുഴുവൻ പേര് सूर्यकांत त्रिपाठी निराला. छायावाद का प्रमुख प्रवर्तक है, बहुत्रयी कवियों में एक है. उनकी सरोजस्मृति नामक कविता बेटी के नाम पर लिखी हुई एक विलाप काव्य है या एक शोक काव्य है.
അത് ഗഡിബോലി ഭാഷയിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഛായാവാദത്തിൻ്റെ പ്രമുഖ പ്രവർത്തകനായിരുന്നു സൂര്യകാന്ത് ത്രിപാഠി നിരാല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചനയായ ജൂഹി കി കല്യാണം നമുക്കിവിടെ എടുക്കാനുള്ള കവിത. അതിൽ വരുന്ന കാര്യം, നായകൻ എന്ന് പറയുന്നത് മലയാനിലാണ് പവൻ, കാറ്റ്. മലയദേശേ ആനെ വാലെ പവൻ, ഹവ. അതാണ് മലയാനിൽ എന്ന് പറയുന്നത്, പവൻ. അതുപോലെ തന്നെ ജൂഹി കി കലി, അതായത് ഒരു മുല്ലമുട്ടാണ് അതിൽ നായികയായിട്ട് വരുന്നത്. അപ്പോൾ ഒരു നായികയ്ക്കുണ്ടാകുന്ന, അതായത് നമ്മൾ മാനവീകരണം നടത്തുമ്പോൾ, പ്രകൃതിയിലെ ഈ സംഭവങ്ങൾ നമ്മൾ മാനവീകരണം നടത്തുമ്പോൾ മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളാണ് അവിടെ പറയുന്നത്. അതായത് കണ്ണുകൾ അടയ്ക്കുന്നു, കിടന്നുറങ്ങുന്നു, കാറ്റ് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കാറ്റ് പ്രീതമയെക്കുറിച്ച് ഓർത്തപ്പോൾ പ്രീതമയുടെ അടുത്തേക്ക് വരുന്നൊരു ഭാഗം, വന്നിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ല, അങ്ങനെ ഒരുപാട് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭാഗം, അങ്ങനെയെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ മാനവീകരണത്തിൽ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നോക്കാം ജൂഹി കി കലി. ഓക്കെ, താങ്ക് യു.